ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് മത്തൻ കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഏകദേശം 1/4 കിലോ മത്തൻ, അതങ്ങനെ ചെറിയ നമ്മൾ മാങ്ങ അച്ചാറുണ്ടാകുന്ന പോലെ ഇങ്ങനെ പൊടിയായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് സവോള, ഒരു 1/4 ഭാഗം, ഇത് എത്രയും മതി സവോള. അല്ല, നിങ്ങൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 ചെറിയ ഉള്ളി മതി. പിന്നെ ഒരു പിടി നാളികേരം, ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവനുസരിച്ച് വേണമെങ്കിൽ 2 എണ്ണം ചേർക്കാം. പിന്നെ ഇതാ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം താളിപ്പിനും തയ്യാറാക്കാൻ കൂടി. ഞാനിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് വരാം. ഒരുപാട് അരയ്ക്കാൻ പാടില്ല. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കില്ലേ, അതേ രൂപത്തിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ഞാനത് ശരിയാക്കിയിട്ട് വരാം. നമുക്കിനി മത്തൻ തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതൊന്ന് ചൂടാകട്ടെ. ഞാനിവിടെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കേണ്ടത് അത് ഈ രീതിയിലാണ് ഒന്ന് ഒതുക്കിയെടുക്കേണ്ടത്. വെളുത്തുള്ളി ഞാൻ ഇവിടെ വേറെ ഒന്ന് ചതച്ച് വെച്ചാണ്, അതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. ഗ്യാസ് ചൂടായി. നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നാളികേരത്തിനൊപ്പം തന്നെ കറിവേപ്പില കൂടി കുറച്ച് ഒതുക്കിയിട്ടുണ്ട്. എങ്കിലും ഇതിന് വേണ്ടി കറിവേപ്പില നമുക്ക് ചേർത്തി കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വരയ്ക്കട്ടെ. നമുക്കൊരു ടീസ്പൂൺ എണ്ണ കൂടി വേണമെന്ന് തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് മത്തൻ ചേർത്ത് കൊടുക്കാം. മത്തൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുത്താണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തൻ അധികം വേവൊന്നുമില്ല, കാരണം തീരെ ചെറുതായിട്ടാണ് നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അത് പെട്ടെന്ന് വെന്തടയുന്നതാണ്. അതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർത്തി കൊടുക്കേണ്ട. ഒരു ടീസ്പൂൺ വെള്ളം മതി. അതായത് ഞാനത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതിൻ്റെ വെള്ളം കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം മാത്രം മതി. ചേർത്തി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തി കൊടുക്കാം. അത്രയേ വേണ്ടു, ക്വാണ്ടിറ്റി കുറവാണല്ലോ. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ആവിയിൽ തന്നെ ഇത് വെന്തോളും. വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ നാളികേരം ഒതുക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടാണ് എടുത്തത്. അതുകൊണ്ട് മത്തനിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്തത്. ഇനി ഇതൊന്ന് ആവിയിൽ വെന്ത് വരട്ടെ.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മത്തൻ പാകത്തിന് വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒതുക്കി വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൽ സവോള, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക് നേരത്തെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ മത്തനാണെന്ന് പോലും അറിയില്ല, അത്രയും ടേസ്റ്റാണ്. മത്തൻ കഴിക്കാത്ത ആൾക്കാർ കൂടി ഇത് കഴിക്കും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മത്തൻ. നമ്മുടെ മത്തൻ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.